പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം, റീൽസ് എടുത്ത യുവാവിന് വധഭീഷണി. കോടശ്ശേരി കമ്മളത്ത് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ക്ഷേത്രം നടത്തിപ്പുകാരൻ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. രക്ഷിക്കാൻ ശ്രമിച്ച 3 പേർക്ക് പൊള്ളലേറ്റു. പുതുക്കാട് കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടുത്തം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം, കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ചൊവ്വാഴ്ച. ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തത്തിനുള്ള തുണി ഒരുക്കി തുടങ്ങി. വാർത്തകൾ വിശദമായി. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിനു ശേഷവും റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വധഭീഷണി തുടരുന്നു. കൊല്ലപ്പെട്ട അക്ഷയിനെ ഒഴിവാക്കി റീൽസ് എടുത്ത രഞ്ജിത്ത് കടവല്ലൂരിനെതിരെയാണ് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം ലഹരി മാഫിയ സംഘങ്ങൾ റീൽസ് ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ബാദുഷയും ലിഷോയും ചേർന്ന് രഞ്ജിത്തിനെ ഉൾപ്പെടുത്തി റീൽസ് ചിത്രീകരിച്ചു. ഇതിന്റെ വൈരാഗ്യത്തെ തുടർന്നാണ് അക്ഷയ് ലിഷോയുടെ വീട്ടിലെത്തി വാഹനങ്ങൾ തല്ലിത്തകർത്തത്. തുടർന്നുള്ള തർക്കത്തിലാണ് മരത്തംകോട് താമസിക്കുന്ന അക്ഷയിനെ ലിഷോയ്, നിഖിൽ എന്നിവർ ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത്. രഞ്ജിത്തും അക്ഷയും തമ്മിൽ നേരത്തെ തർക്കം നിലനിന്നിരുന്നതായി പറയുന്നു. അക്ഷയുടെ സഹോദരനാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോടശ്ശേരി കമ്മളത്ത് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ക്ഷേത്ര നടത്തിപ്പുകാരൻ പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ 3 പേർക്ക് പൊള്ളലേറ്റു. ക്ഷേത്ര നടത്തിപ്പുകാരൻ കമ്മളം അടൂപ്പറമ്പിൽ ചന്ദ്രനാണ് കയ്യിൽ കരുതിയിരുന്ന കന്നാസിലെ പെട്രോൾ ദേഹത്തൊഴിച്ച് തീ കൊളുത്തിയത്. ചന്ദ്രൻ, അടൂപ്പറമ്പിൽ അനിൽ എന്നിവരാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. താമിക്കുട്ടി, സുബ്രൻ എന്നിവർക്കും പൊള്ളലേറ്റു. ക്ഷേത്രത്തിന്റെ അധികാരിയായ വേലു എന്നയാൾ മരിക്കുന്നതിന് മുൻപ് പിന്തുടർച്ചാവകാശം മകൻ അനിലിന് നൽകിയെന്ന് പറയുന്നു. എന്നാൽ അധികാരം തനിക്കാണെന്ന് അവകാശപ്പെട്ട് വേലുവിന്റെ സഹോദരൻ ചന്ദ്രൻ ഇതിനു മുൻപും ക്ഷേത്രത്തിലെത്തി ബഹളം വച്ചിരുന്നു. ചന്ദ്രനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും അനിലിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പുതുക്കാട് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലെ കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടുത്തത്തിൽ ഹോട്ടലിലെ വയറിംഗ് കത്തിനശിച്ചു. ഫർണിച്ചറുകൾക്കും ടൈലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. തലനാരിഴയ്ക്കാണ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത്. പുതിയ ഗ്യാസ് സിലിണ്ടർ കണക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പറയുന്നു. ഈ സമയത്ത് 2 തൊഴിലാളികൾ അടുക്കളയിൽ ഉണ്ടായിരുന്നുവെങ്കിലും തീ ഉയരുന്നത് കണ്ട് ഇവർ പുറത്തേക്ക് ഓടിയതുമൂലം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉടൻ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജും പഞ്ചായത്ത് അംഗങ്ങളും ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചു. പഞ്ചായത്ത് ഓഫീസ്, സബ് ട്രഷറി തുടങ്ങിയ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തീ പടർന്നത് ആശങ്കയ്ക്കിടയാക്കി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ചൊവ്വാഴ്ച നടക്കും. മീനമാസത്തിലെ തിരുവോണ നാളിൽ രാവിലെ 10 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. വടക്കേനടയിലെ വലിയ ദീപസ്തംഭത്തിന് താഴെ വൃത്താകൃതിയിലുള്ള 2 കോഴിക്കല്ലുകൾ കുഴിച്ചുമൂടി മൺതിട്ടയുണ്ടാക്കി അതിനു മുകളിൽ കോഴിയെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. പരമ്പരാഗത അവകാശികളായ ഭഗവതി വീട്ടുകാർക്കാണ് കോഴിക്കല്ല് മൂടൽ ചടങ്ങിന് അവകാശം. അവരാണ് ചെമ്പട്ട് വിരിക്കുക. തുടർന്ന് തച്ചോളി തറവാട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് ഭഗവതി വീട്ടിലെ കാരണവർ 3 വട്ടം വിളിച്ചു ചോദിക്കും. അതേസമയം തച്ചോളി തറവാട്ടുകാർ ആദ്യ കോഴിയെ സമർപ്പിക്കും. തുടർന്ന് ഭക്തസംഘങ്ങൾ കോഴികളെയും പട്ടും സമർപ്പിക്കും. മുൻകാലങ്ങളിൽ ക്ഷേത്രനടയിൽ കോഴിയെ വെട്ടിയിരുന്നു. മൃഗബലി നിരോധിച്ചതോടെയാണ് കോഴി സമർപ്പണം തുടങ്ങിയത്. കാളിദാരിക യുദ്ധം തുടങ്ങുന്നത് തിരുവോണ നാളിലാണെന്നാണ് ഐതിഹ്യം. തൃച്ചന്ദന ചാർത്തും അശ്വതി കാവുതീണ്ടൽ ചടങ്ങും ഈ മാസം 31-ന് നടക്കും. ഏപ്രിൽ 1-ന് ഭരണി നാളിൽ പുലർച്ചെ ഭഗവതിക്ക് വരിയരി പായസം നിവേദിച്ച് വെന്നിക്കൊടി ഉയർത്തുന്നതോടെ ഭരണി മഹോത്സവത്തിന് സമാപനമാകും. ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തത്തിനുള്ള തുണി ഒരുക്കി തുടങ്ങി. തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ പുഴുങ്ങി അലക്കുന്ന പണികളാണ് ആരംഭിച്ചത്. ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100ഓളം യുവാക്കളാണ് പങ്കാളികളായത്. വലിയ 2 ചെമ്പുകളിൽ കാരവും സോപ്പും ഉപയോഗിച്ച് പുഴുങ്ങിയ തുണികൾ കൽപ്പടവുകളിൽ തല്ലിത്തിരുമ്പി തുണിയിലെ കഞ്ഞിപ്പശ ഒഴിവാക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരം തുണികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന കൈപ്പന്തങ്ങൾ കൂടുതൽ തെളിമയോടെ കൂടുതൽ സമയം കത്തും. 2 ഒറ്റപ്പന്തങ്ങളും 2 മുപ്പന്തവും 18 നാഴിപ്പന്തങ്ങളുമാണ് ആറാട്ടുപുഴ ക്ഷേത്രത്തിലുള്ളത്. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ ആറാട്ടുപുഴ ക്ഷേത്രം പത്തായപ്പുരയിൽ വെച്ചാണ് കൈപ്പന്തങ്ങൾ ഒരുക്കുക. ഏപ്രിൽ 3-ന് ആറാട്ടുപുഴ പൂരത്തിന് കൊടിയേറും. തിരുവാതിര വിളക്ക് ഏപ്രിൽ 5-ന് വെളുപ്പിനും
പെരുവനംപൂരം ഏപ്രിൽ 6-നും, ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം ഏപ്രിൽ 8-നും, ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നുമാണ്. 12 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിക്ക് 52 വർഷം കഠിന തടവും 1,95,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൊടകര കനകമല പെരിങ്ങാടൻ വീട്ടിൽ ഹരിപ്രസാദിനെയാണ് ചാലക്കുടി സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി PA സിറാജുദ്ദീൻ ശിക്ഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി ചാലക്കുടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് T ബാബുരാജ് കോടതിയിൽ ഹാജരായി. നാട്ടികയിലെ CPI നേതാവിനെ വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ മർദ്ദിച്ചതായി പരാതി. പരിക്കേറ്റ നാട്ടിക ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയലം പറമ്പിലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബിജുവിന്റെ സുഹൃത്ത് നടത്തിയിരുന്ന പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച കേസിൽ ഏതാനും പേരെ വലപ്പാട് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവർ കഴിഞ്ഞ ദിവസമാണ് റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയത്. ഇതിനുശേഷം ഇവർ ബിജു മർദ്ദിച്ചതായി കാണിച്ച് വലപ്പാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതി പ്രകാരം തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തിയ ശേഷം പ്രകോപനമൊന്നുമില്ലാതെ ഇൻസ്പെക്ടർ MT രമേശ് നെഞ്ചത്ത് ആഞ്ഞടിച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ബിജു പറഞ്ഞു. അവശനായി വീണ ബിജുവിനെ പോലീസ് ജീപ്പിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രി, ജില്ലാ പോലീസ് മേധാവി എന്നിവർ അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്ന് നേതാക്കൾ പറഞ്ഞു. ദേശീയപാതയിലെ പോട്ട ആശ്രമം ജംഗ്ഷനിൽ ട്രാഫിക് പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി. ഇനി മുതൽ സർവീസ് റോഡുകളിൽ നിന്നുമെത്തുന്ന വാഹനങ്ങൾക്ക് ദേശീയപാത ഇടമുറിഞ്ഞ് കടക്കാനാകില്ല. പോട്ടയിലെയും ചാലക്കുടി കോടതി ജംഗ്ഷനിലെയും അടിപ്പാതകൾ കൂടി മാത്രമേ ഇനി മുതൽ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയുകയുള്ളൂ. ദേശീയപാതയുടെ മധ്യഭാഗത്തും ആശ്രമം റോഡിൽ നിന്നുമുള്ള പ്രവേശന ഭാഗത്തും ബാരിക്കേഡുകൾ വെച്ച് അടച്ചുപൂട്ടി. ആശ്രമം ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു. മാർച്ച് 13-ന് ആശ്രമം റോഡിൽ നിന്ന് എത്തിയ ബൈക്ക് യാത്രികൻ ദേശീയപാതയിലേക്ക് കയറുന്നതിനിടെ മിനി വാൻ ഇടിച്ച് മരിച്ചിരുന്നു. കയ്പമംഗലം പഞ്ചായത്ത് മേഖലയിൽ 1 മാസത്തോളമായി തുടരുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തതിൽ പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗങ്ങൾ. പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് അംഗങ്ങളാണ് പ്രതിഷേധിച്ചത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കാളമുറി സെന്ററിന് വടക്ക് ഭാഗത്ത് പലയിടത്ത് പൈപ്പ് പൊട്ടിയതുമൂലം 1 മാസത്തോളമായി പഞ്ചായത്ത് മേഖലയിൽ കുടിവെള്ളമില്ലാതായിട്ട്. ദേശീയപാത അധികൃതരോട് പലതവണ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാതായതോടെയാണ് പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗങ്ങൾ രംഗത്തെത്തിയത്. ചൊവ്വാഴ്ച തന്നെ അടിയന്തരമായി പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ തടയുമെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു. പൂർണ്ണമായിട്ട് കുടിവെള്ളം കിട്ടാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. നാഷണൽ ഹൈവേയുടെ പണിയുടെ ഭാഗമായിട്ട് കയ്പമംഗലം 12 തെക്ക് ഭാഗത്ത് ഉള്ള പൈപ്പ് ഇവിടത്തോളം ഈ കളമുറിയിലെ തെക്ക് വടക്ക് ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അത്രയും ഏരിയ മുഴുവൻ പൊളിച്ച് പൈപ്പ് മുഴുവൻ നാമശേഷമാക്കി. 1-2 ദിവസം റിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ ഹൈവേയും പറഞ്ഞിട്ട് ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞാൽ 1 മാസത്തോളം ആവാൻ പോകണം. അനങ്ങപ്പാറ നയമാണ് ഇവർ സ്വീകരിക്കുന്നത്. വളരെ ശക്തമായ പ്രശ്നമാണ്. ഇവിടെ ഞങ്ങൾക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് ഈ കയ്പമംഗലം പഞ്ചായത്തിൻ്റെ നിരവധി പ്രദേശങ്ങളിൽ ആളുകൾ കുടിവെള്ളം കിട്ടാതെ വലഞ്ഞുകൊണ്ട് കയ്പമംഗലം പഞ്ചായത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവനാവുന്നില്ല. ഇത് അവസ്ഥയിൽ വളരെ കൃത്യമായ അനാസ്ഥ നാഷണൽ ഹൈവേയുടെയും വാട്ടർ അതോറിറ്റിയും ഭാഗത്തുണ്ട്. ഇതുകൊണ്ട് ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് UDF മെമ്പർമാർ ഒന്നടങ്കം പ്രസിഡന്റ് ശോഭന രവിയും നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസാഖ്, അതുപോലെ തന്നെ ഷാജഹാൻ തുടങ്ങിയ വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് തുടങ്ങിയ എല്ലാ മെമ്പർമാരും ഞങ്ങളെല്ലാവരും പോയി ഈ നാഷണൽ ഹൈവേയുടെ പണി സംഭവിക്കാൻ ഉദ്ദേശിക്കുന്ന കാട്ടാന ഏഴാറ്റുമുഖം ഗണപതി വെറ്റിലപ്പാറയിലെ വെട്ടിക്കുഴി പച്ചക്കാട് പ്രദേശത്ത് വീട്ടുപറമ്പുകളിൽ എത്തി. പച്ചക്കാട് ഭാഗത്താണ് ആദ്യം ആനയെത്തിയത്. സമീപത്തെ വീടുകളിലെ ആളുകൾ ബഹളം വെച്ചപ്പോൾ ഏതാനും സമയം കൊമ്പൻ വെട്ടിക്കുഴി റോഡിലൂടെ നടന്നു. പിന്നീട് റബ്ബർ തോട്ടത്തിലേക്കും കടന്നു. 2 ആഴ്ച മുൻപ് കാലിന് പരിക്കേറ്റ ആനയ്ക്ക് ഇപ്പോൾ നടക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളതായി കാണുന്നില്ല. കല്ലമ്പാറയിൽ കുടിവെള്ള സമിതി സെക്രട്ടറിക്ക് വെട്ടേറ്റു. അടങ്കുളം കുടിവെള്ള സമിതി സെക്രട്ടറി മോഹനനാണ് കൈക്ക് വെട്ടേറ്റത്. കല്ലമ്പാറ ചേലക്കാത്തടത്തിൽ ഏലിയാസാണ് വെട്ടിയത്. അടങ്കളം കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പുതിയ കുഴൽക്കിണർ ഏലിയാസിന്റെ വീടിനു സമീപം കുഴിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം കിണർ കുഴിക്കുന്നതിനിടെ ചെളിയും വെള്ളവും തന്റെ വീട്ടിന് മുന്നിലേക്ക് വന്നുവെന്ന് ആരോപിച്ചാണ് മോഹനനെ ഏലിയാസ് വെട്ടിയത്. കോടാലി പാറക്കടവിൽ കഞ്ചാവ് മിഠായിയുമായി 2 പേരെ വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. കോടാലി സ്വദേശികളായ പൊക്കാകിലത്ത് വീട്ടിൽ സീതി, താനത്തുപറമ്പിൽ അർഷാദ് എന്നിവരെയാണ് വെള്ളിക്കുളങ്ങര ഇൻസ്പെക്ടർ K കൃഷ്ണൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 9 പാക്കറ്റ് കഞ്ചാവ് മിഠായികൾ പ്രതികളിൽ നിന്ന് പിടികൂടി.
വിളഞ്ഞ നെല്ല് കൊയ്തെടുക്കാനാകാത്തതിന്റെ വിഷമത്തിൽ മറ്റത്തൂരിലെ മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ കർഷകർ. മഴ കനത്തു പെയ്തതാണ് മാങ്കുറ്റിപ്പാടത്തെ മുണ്ടകൻ കൊയ്ത്ത് പ്രതിസന്ധിയിലാക്കിയത്. മഴയിൽ കുതിർന്ന കണ്ടങ്ങളിൽ കൊയ്ത്ത് യന്ത്രം ഇറങ്ങിയപ്പോൾ ചെളിയിൽ പൂണ്ടുപോയതിനെ തുടർന്ന് കൊയ്ത്ത് നിർത്തിവെക്കേണ്ടി വന്നു. ചെളിയിൽ താഴ്ന്ന കൊയ്ത്ത് യന്ത്രം ടില്ലറുകളുടെ സഹായത്തോടെയാണ് വലിച്ച് പുറത്തെടുത്തത്. ഇതുമൂലം മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലെ ഏതാനും ഏക്കർ സ്ഥലത്ത് മാത്രമാണ് ഇതുവരെ കൊയ്ത്ത് നടത്താനായത്. മഴ പെയ്ത് നിറയെ വെള്ളം നിൽക്കുന്നു. വണ്ടി ഇറങ്ങി കൊയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. വൈക്കോലൊക്കെ കംപ്ലീറ്റ് ചെളിയിൽ താന്ന് പോയി. അതുകൊണ്ട് കുറേ കൊയ്യാൻ പറ്റില്ല. വണ്ടി ഇന്നലെ 11 മണിക്ക് താന്നിട്ട് ഒരു രാത്രി 10 മണിക്ക് കയറ്റി പോയി. ഇനിയും കൊയ്യാനുണ്ട്. അവസ്ഥ ഇത് തന്നെയാണ്. അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടില്ല. കൃഷിക്കാർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഇതൊക്കെ നശിച്ചു പോകല്ലേ. നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന സമയത്താണ് പോണത്. മുണ്ടകൻ കൊയ്തെടുക്കുമ്പോൾ കിട്ടാറുള്ള വൈക്കോൽ ഇത്തവണ കർഷകർക്ക് ഒട്ടും തന്നെ ലഭിക്കാത്ത സ്ഥിതിയാണ്. പാടങ്ങളിൽ വെള്ളവും ചെളിയും ഉള്ളതിനാൽ കൊയ്ത്ത് നടത്തുമ്പോൾ തന്നെ വൈക്കോൽ ചെളിയിൽ പൂണ്ടുപോകുന്നതാണ് കാരണം. കൃഷി ഇറക്കുന്നതിനുള്ള കൂലിച്ചെലവ് മുൻ വർഷങ്ങളിൽ വൈക്കോലിന്റെ വിലയായി കിട്ടാറുള്ളത് ഇത്തവണ ഇല്ലാതായത് കർഷകർക്ക് കനത്ത പ്രഹരമായിട്ടുണ്ട്. ഒന്നുകിൽ സമൃദ്ധിയായിട്ട് വെള്ളം വേണം, അല്ലെങ്കിൽ നിലം ശരിക്കും ഉണങ്ങണം. അപ്പോഴേ നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്നാൽ തന്നെ വൈക്കോൽ മുഴുവൻ പോവും, ചീഞ്ഞു പോവും, വെള്ളത്തിൽ ഇതിൽ താന്നു പോവും. ആ വെള്ളത്തിലിറങ്ങി ഇനി കൊയ്യാൻ പറ്റുന്ന വിഷയം വന്നാലേ കൊയ്യാൻ പറ്റുള്ളൂ. വേനൽ മഴ തുടരുകയാണെങ്കിൽ മാങ്കുറ്റിപ്പാടത്തെ നെല്ല് കൊയ്തെടുക്കാനാകാതെ നശിച്ചു പോകുമെന്നാണ് കർഷകരുടെ ആശങ്ക. വെള്ളത്തിലിറങ്ങി കൊയ്ത്ത് നടത്തുന്ന യന്ത്രം എത്തിച്ച് എത്രയും വേഗം കൊയ്തെടുക്കലാണ് ഇതിനുള്ള പരിഹാരം. എന്നാൽ ഇത് സാധ്യമാകണമെങ്കിൽ പാടങ്ങളിൽ വെള്ളം നിറയണം. മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ വഴി വെള്ളം തുറന്നുവിട്ട് പാടശേഖരത്തേക്ക് വെള്ളം എത്തിച്ചാലേ ഇത്തരത്തിൽ കൊയ്ത്ത് നടത്താൻ കഴിയൂ. ഇതിനായി പാടശേഖര സമിതി ഭാരവാഹികൾ ഇറിഗേഷൻ അധികൃതരെ സമീപിക്കുമെന്ന് പഞ്ചായത്ത് അംഗവും പാടശേഖര സമിതി സെക്രട്ടറിയുമായ ശിവരാമൻ പോതിയിൽ പറഞ്ഞു. ഇപ്പോൾ വെള്ളം വിട്ടിട്ട് വെയിൽ എത്ര കണ്ടാലും 1 മാസം കഴിയാണ്ട് ഉണങ്ങില്ല. അപ്പോഴേക്കും ഈ നെല്ലിൻ്റെ കുഞ്ചിയൊക്കെ ഒടിഞ്ഞു തുടങ്ങി. പെട്ടെന്ന് മഴയും വെയിലും കാരണം പെട്ടെന്ന് ആ കുഞ്ചി ഒടിഞ്ഞ് കതിര് മുറിഞ്ഞ് കണ്ടത്തിൽ പോകാനുള്ള ചാലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും 3-4 ദിവസം കൊണ്ട് തന്നെ ഞങ്ങളെ മറ്റത്തൊരു ഇറിഗേഷൻകാരോട് ഇപ്പോൾ പെട്ടെന്ന് വെള്ളം വിടാൻ പറയുകയാണ്. ഇത് കൊയ്തെടുക്കാണ്ട് എന്തായാലും പറ്റില്ലല്ലോ. അപ്പോൾ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കൊയ്തെടുക്കാണ്ട് നിർത്തിയില്ല. ഇപ്പോൾ വെള്ളം ഉണ്ടായാൽ മാത്രമേ ഇനി കൊയ്യാൻ പറ്റുള്ളൂ. എന്നാൽ 1 മാസം കഴിഞ്ഞിട്ട് കൊയ്യാന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ കൊയ്യാൻ പോകേണ്ടി വരില്ല. കാരണം നെല്ലൊക്കെ തവിടുകൂടിയായി പോകും. TCV ന്യൂസ് കൊടകര. കുണ്ടന്നൂർ മാവിൻചുവട് ബസ് സ്റ്റോപ്പിന് സമീപം പെട്ടി ഓട്ടോറിക്ഷയുടെ പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു. കാഞ്ഞിരക്കോട് സ്വദേശി നിഷാദിനാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തുനിന്നും വരികയായിരുന്ന ബൈക്ക് പെട്ടി ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാരനായ നിഷാദ് റോഡിലേക്ക് വീഴുകയായിരുന്നു. പരിക്കേറ്റ നിഷാദിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊച്ചി മെട്രോ റെയിൽ സർവീസ് ചാലക്കുടി വരെ നീട്ടുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടു. പ്രതിവർഷം 30 ലക്ഷത്തോളം സഞ്ചാരികൾ എത്തിച്ചേരുന്ന അതിരപ്പള്ളി വിനോദസഞ്ചാര കേന്ദ്രവും കൊരട്ടി ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിക്കുന്ന ചാലക്കുടി കൊച്ചി മെട്രോയുടെ ഉപനഗരമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തെ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നാടിന്റെ വികസനത്തിന് സഹായകരമാണെന്നും MLA ചൂണ്ടിക്കാട്ടി. വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യം ശാശ്വതമായ രീതിയിൽ വിദഗ്ധമായ പഠനം നടത്തി പരിഹരിക്കുന്നതിന് സർക്കാർ തലത്തിൽ നടപടിയുണ്ടാകണമെന്ന് CPI പുത്തൂർ ലോക്കൽ കമ്മിറ്റി സമ്മേളനം ആവശ്യപ്പെട്ടു. മന്നാമംഗലം സെന്ററിൽ നടന്ന പൊതുസമ്മേളനം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. TS മുരളീധരനെ CPI ലോക്കൽ സെക്രട്ടറിയായും PS അഖിലിനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായും 11 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു പെൺകുട്ടി, ഒരു കുഞ്ഞിനെ പ്രസവിച്ച അമ്മയായ ഒരു പെൺകുട്ടി, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത ആ പെൺകുട്ടി അന്ന് രാത്രി 12:30 മണി കഴിഞ്ഞ നേരത്തിന്റെ വാട്സപ്പിൽ അയച്ച സന്ദേശം 3 വരികളാണ്. ചുടയിലേക്ക് എടുക്കുന്ന നേരം വരെ എന്റെ മനസ്സിന്റെ ചുവരെടുത്തുകളിൽ നിന്ന് മായാത്ത 3 വരികൾ, ഒരു കൊച്ചു പെൺകുട്ടിയുടെ വരികൾ. അവരെഴുതി, സാർ ചൂരന്മലയിലെ കഥകൾ കണ്ട് വാർത്തകൾ കേട്ട്. വേലൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അവതരിപ്പിച്ചു. പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. 37,27,8,749 രൂപ വരവും 36,41,24,000 രൂപ ചെലവും 85,84,749 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിന്റെ വികസന കർമ്മ പരിപാടികളായ ഭവന നിർമ്മാണം, ശുചിത്വം, കുടിവെള്ളം, ആരോഗ്യ പരിരക്ഷ, ദാരിദ്ര്യ ലഘൂകരണം എന്നിവയിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ബജറ്റ്. വേലൂർ പഞ്ചായത്ത് ബജറ്റിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് മെമ്പർമാർ വിയോജിപ്പ് രേഖപ്പെടുത്തി. ബജറ്റ് പ്രഹസനം മാത്രമാണെന്നും പുതിയ ഒരു പദ്ധതിയും അവതരിപ്പിക്കാൻ കഴിയാതെ
പോയ വർഷത്തെ പദ്ധതി രേഖ പൊടിതട്ടിയെടുക്കുക മാത്രമാണ് ഭരണസമിതി നടത്തിയിരിക്കുന്നത് എന്നും പ്രതിപക്ഷം ആരോപിച്ചു. പഞ്ചായത്തിലെ സാധാരണ ജനങ്ങളുടെ ഉന്നമനത്തിനായി പുതിയ പദ്ധതി ഒന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പദ്ധതിക്കും തുടർച്ചയില്ല. തനത് വരുമാനത്തിൽ 1 രൂപ പോലും വർദ്ധിപ്പിക്കുന്നതിന് ഒരു പദ്ധതിക്കും സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ, CD സൈമൺ, വിജിനി ഗോപി, അജി ജോഷി എന്നിവർ പറഞ്ഞു. മേഖലയിലാണെങ്കിലും മൃഗസംരക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും കുടിവെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യത്തിലും ഒരു വികസനത്തിന്റെ ഒരു തുടർച്ച ഉണ്ടാക്കാനായിട്ട് ഈ പഞ്ചായത്തിന് സാധിച്ചില്ല. ഒരു പുതിയ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പുതിയ ഒരു കാര്യങ്ങളും ഈ ബഡ്ജറ്റിൽ ഉണ്ടായില്ല. എല്ലാ പ്രാവശ്യത്തെ പോലെ പ്രഹസനമായി കിടായിപ്പാടത്തിന്റെയും ശ്മശാനത്തിന്റെയും ബഡ്സിന്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയതിൽ വലിയ രീതിയിൽ കോൺഗ്രസിന് പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിയോജനം ഞങ്ങൾ ബഡ്ജറ്റിന്റെ അവതരണത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് വേണ്ടി ഈ ബഡ്ജറ്റ് തള്ളിക്കളയുകയാണ്. വേലൂർ പഞ്ചായത്ത് ബഡ്ജറ്റിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ പറഞ്ഞു. കഴിഞ്ഞ ബഡ്ജറ്റിനേക്കാൾ 1 കോടിയിലധികം തുകയാണ് വികസന പ്രവർത്തനങ്ങൾക്കായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. മൃഗസംരക്ഷണം 42 ലക്ഷം, വ്യാവസായിക സബ്സിഡിക്കായി 37 ലക്ഷം, വനിതകളുടെ ഉന്നമനത്തിനായി 16 ലക്ഷം, കൃഷിക്ക് 79 ലക്ഷം, കുടിവെള്ളത്തിന് 20 ലക്ഷം ഉൾപ്പെടെ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ 20 ലക്ഷവും ഈ സാമ്പത്തിക വർഷത്തിൽ വകയിരുത്തിയിട്ടുള്ളതാണ്. ഈ വകയിരുത്തലുകൊണ്ട് തന്നെ നമ്മുടെ കാലിസമ്പത്ത് വർദ്ധിക്കുകയും അതുപോലെ തന്നെ വ്യവസായത്തിന് ഉന്നമനം ഉണ്ടാവുകയും കൃഷിക്ക് ഉന്നമനം ഉണ്ടാവുകയും ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വകയിരുത്തലുകളാണ് ഈ ബഡ്ജറ്റിൽ നടത്തിയിട്ടുള്ളത്. ചുട്ടുപൊള്ളുന്ന വെയിലിൽ യാത്ര ചെയ്യുന്നവർക്ക് പച്ചില മേലാപ്പിന്റെ കീഴെ കുളിർമയുള്ള ഒരു തണലിടമായി മാറിയിരിക്കുകയാണ് ജയന്തിപ്പടവ് റോഡ്. 24 വർഷം മുൻപ് ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തിയ മാതൃകാപരമായ ശ്രമദാനമാണ് ഈ റോഡിനെ തണലിടമാക്കി മാറ്റിയത്. ചാഴൂർ പഞ്ചായത്തിലെ പുറത്തൂരിനെയും പഴുവിലിനെയും ബന്ധിപ്പിക്കാൻ ജയന്തിപ്പടവ് കോൾപ്പാട ശേഖരത്തിന് നടുവിലൂടെ 2000 ആണ്ടിൽ നിർമ്മിച്ചതാണ് ഈ റോഡ്. ബണ്ട് റോഡായി നിർമ്മാണം പൂർത്തിയായപ്പോൾ പഴുവിലിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് റോഡിൻ്റെ ഇരുവശവും ഫലവൃക്ഷ തൈകൾ നടാൻ തീരുമാനിച്ചത്. പഴുവിലിലെ ഫെസ്റ്റീവ് ക്ലബ്ബും ഇവരോടൊപ്പം ചേർന്നു. മണ്ണുത്തിയിൽ നിന്ന് മാവ്, ഞാവൽ, നെല്ലി, ആഞ്ഞിലി, ഉങ്ങ്, പതിമുഖം, ബദാം എന്നിവയുടെ നല്ല ഇനം 200 തൈകൾ കൊണ്ടുവന്ന് നാട്ടുകാരെല്ലാം ചേർന്ന് റോഡിനിരുവശത്തും നടുകയായിരുന്നു. തുടർന്നുള്ള 2 വർഷം നനച്ചും വളമിട്ടും പരിപാലിച്ചതോടെ തൈകൾ തഴച്ചു വളർന്നു. ഇരുവശത്തെയും നെൽകൃഷിക്ക് തടസ്സമാകുന്നവയും റോഡിലേക്ക് ചാഞ്ഞവയും വെട്ടിമാറ്റേണ്ടി വന്നെങ്കിലും 150ഓളം തൈകൾ വൃക്ഷമായി വളർന്നു. ഇവിടെയുണ്ടാകുന്ന മാങ്ങയും ഞാവൽപ്പഴവും നെല്ലിക്കയും പരിസരത്തെ കുട്ടികൾക്കിപ്പോൾ ചെറിയൊരു വരുമാനമാർഗം കൂടിയായി മാറിക്കഴിഞ്ഞു. അഡ്വക്കേറ്റ് KV സുബ്രഹ്മണ്യം, വത്സൻ മേലിട്ട, സുബീഷ് തുടങ്ങിയവരും തന്നോടൊപ്പം ഈ ഉദ്യമത്തിന് നേതൃത്വം നൽകിയതായി കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന പ്രദീപ് പറഞ്ഞു. 2000-ലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ വഴിനെ വൃക്ഷങ്ങൾ വെച്ചൊന്ന് പരിപാലിച്ച് കൊണ്ടുവരാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2 വർഷക്കാലം ഞങ്ങളത് ചെത്തിവെടുപ്പാക്കി ചാണകപ്പൊടിയും വളങ്ങളൊക്കെ കൊണ്ടിട്ട് അതിന് വൃത്തിയായി വെള്ളമൊക്കെ ഇവിടുന്ന് കോഴി വെച്ചിട്ടാണ് ആ സാധനം പരിപാലിച്ചു പോകുന്നത്. ഇന്നിപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് ചെയ്തതിലുള്ള ഒരു വലിയൊരു മനസ്സിന് ഭയങ്കര തൃപ്തിയും അതുപോലെ തന്നെ അത് അംഗീകരിക്കുന്ന ആളുകൾ അന്ന് നിഷേധിച്ചവർ തന്നെ ഇന്ന് കാലത്ത് കാൽനടയും അതുപോലെ തന്നെ കുറേ നേരം വിശ്രമിക്കലും മറ്റു സംവിധാനം കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയധികം ആളുകൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തൊക്കെ പോകുന്ന കാണുമ്പോൾ ഇരിപ്പിടത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിന് അധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇരുവശത്തു നിന്നും വളർന്ന വൃക്ഷത്തലപ്പുകളുടെ മേലാപ്പ് റോഡിനെ മനോഹരമായ തണലിടമാക്കിയിരിക്കുകയാണ്. ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാർ ഇവിടെ എത്തുമ്പോൾ അല്പനേരം കാറ്റും തണലും ഹരിതമേലാപ്പിൻ്റെ ചാരുതയും ഇരുവശത്തെ പാടഭംഗിയും ആസ്വദിച്ചാണ് യാത്ര തുടരുക. ഇവിടെ പഞ്ചായത്ത് ഇടപെട്ട് ഇരിപ്പിടങ്ങളുണ്ടാക്കി യാത്രക്കാർക്കും സന്ദർശകർക്കും സൗകര്യമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. സൗജന്യ ആംബുലൻസ് സേവനം നടത്തുന്ന ആക്ട്സിന്റെ ജില്ലയിലെ 18ാമത്തെ ബ്രാഞ്ച് കാഞ്ഞാണിയിൽ ആരംഭിച്ചു. കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബ്രാഞ്ച് പ്രസിഡന്റ് BR ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ സത്യൻ അന്തിക്കാട് മുഖ്യാതിഥിയായിരുന്നു. ആക്ട്സ് ചാരിറ്റി ബോക്സ് വിതരണോദ്ഘാടനം മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത്, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, മണലൂർ പഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, ആക്ട്സ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് TA അബൂബക്കർ എന്നിവർ സംസാരിച്ചു.
കുടിവെള്ളത്തിനും കാർഷിക മേഖലയ്ക്കും സംരംഭങ്ങൾക്കും പ്രാധാന്യം നൽകി തെക്കുംകര പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ഉമാലക്ഷ്മി അവതരിപ്പിച്ചു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. 33,89,077 രൂപ ആകെ വരവും 32,65,39,500 രൂപ ആകെ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പെരുന്നാളിനെയും വിഷുവിനെയും ഈസ്റ്ററിനെയും വരവേൽക്കാൻ വസ്ത്രവൈവിധ്യങ്ങൾ ഒരുക്കി കുന്നംകുളം കേരള വസ്ത്രാലയ. ഉത്സവ സീസണുകളുടെ ആഘോഷത്തിലാണ് വിപണി. പെരുന്നാളും വിഷുവും ഈസ്റ്ററുമെല്ലാം ആഘോഷമാക്കാനായി തുണിത്തരങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചു. കോട്ടൺ ഫാൻസി സാരികളും ട്രെൻഡഡ് ചുരിദാറുകളും ഡ്രസ് മെറ്റീരിയലുകളും നിത്യോപയോഗ വസ്ത്രങ്ങളും മറ്റ് എല്ലാത്തരം റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഒരുമിച്ച് ലഭ്യമാവുന്ന വസ്ത്രാലയത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സാധാരണക്കാരുടെ സമ്പൂർണ്ണ വസ്ത്രാലയമായി എന്നും വിപണിയിൽ 1ാം സ്ഥാനത്തുള്ള കുന്നംകുളത്തെ കേരള വസ്ത്രാലയത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലാവരുടെയും വസ്ത്രസങ്കല്പങ്ങൾക്ക് അനുയോജ്യമായ ഏറ്റവും പുതിയ കളക്ഷനുകളാണ് കേരള വസ്ത്രാലയത്തിൽ കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുള്ളത്. നവീന രീതിയിലുള്ള ടോപ്പുകളും ലാച്ചുകളും ഫ്രോക്കുകളും പർദ്ദകളും കോട്ടൺ ഫാൻസി സാരികളും ബഡ്ജറ്റിനുള്ളിൽ ഒരുക്കുന്ന മിതമായ നിരക്കിൽ ഏവർക്കും കേരള വസ്ത്രാലയത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിന്റെ സ്വന്തം കേരള വസ്ത്രാലയം എല്ലാ ഉത്സവങ്ങൾക്കും വിശേഷങ്ങൾക്കും അനുയോജ്യമായ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം തന്നെയാണ് ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത്. ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻതൂക്കം നൽകി പ്രവർത്തിച്ചു വരുന്നതാണ് കേരള വസ്ത്രാലയത്തെ എന്നും ജനപ്രിയമാക്കുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും വിവാഹ വസ്ത്രങ്ങളും മറ്റ് വിശേഷ അവസരങ്ങൾക്കുള്ള വസ്ത്രങ്ങളും തിരഞ്ഞെടുക്കുവാൻ ധാരാളം പേർ കേരള വസ്ത്രാലയത്തിൽ എത്തുന്നതിനുള്ള കാരണവും സ്ഥാപനത്തിലെ തുണിത്തരങ്ങളുടെ ഗുണമേന്മയും സെലക്ഷനും വിലക്കുറവും തന്നെയാണ്. പഴയന്നൂർ പഞ്ചായത്തിലെ സേവന മേഖലയ്ക്ക് പ്രാധാന്യം നൽകി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ അധ്യക്ഷനായി. ആശാവർക്കർമാർക്ക് മാസം 2000 രൂപ വീതം നൽകുന്ന പദ്ധതിക്കായി 8 ലക്ഷം, പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് സിന്തറ്റിക് ഗ്രൗണ്ടാക്കി മാറ്റുന്നതിന് 50 ലക്ഷവും എളനാട് പഞ്ചായത്ത് കളിസ്ഥലം പുനരുദ്ധാരണത്തിന് 25 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. അതേസമയം പഴയന്നൂർ പഞ്ചായത്തിൽ വികസന മുരടിപ്പാണെന്നും പൊള്ളയായ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് എന്നും പ്രതിപക്ഷ നേതാവ് PA ബാബു കുറ്റപ്പെടുത്തി. CPI കൊണ്ടാഴി ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇൻചാർജ് TS സുമേഷ് അധ്യക്ഷത വഹിച്ചു. CPI ചേലക്കര മണ്ഡലം സെക്രട്ടറി P ശ്രീകുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അരുൺ കാളിയത്ത്, TP സുനിൽ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KR സത്യൻ, KS ദിനേശ്, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടശ്ശേരി സബീലുല്ലാഹ് മദ്രസയിൽ നടന്ന ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ശിഹാബ് ലാല അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി ഷാഹിർ നാലകത്ത്, വാർഡ് മെമ്പർമാരായ വിനയപ്രസാദ്, സുമന ജോഷി, ക്ലബ്ബ് ട്രഷറർ നജിമുദ്ദീൻ, വനിതാ വിംഗ് പ്രസിഡന്റ് സബിത തുടങ്ങിയവർ സംസാരിച്ചു. പുഷ്പാലങ്കാരങ്ങളാൽ എന്നും വർണ്ണാഭമാണ് നോർത്ത് ചാലക്കുടിയിലെ ഈ കൊച്ചുവീട്. ഒരു ഭാഗത്ത് മഞ്ഞപ്പന്തൽ വിരിച്ച ക്യാറ്റ്സ് ക്ലോയും മറ്റൊരിടത്ത് ബോഗൻവില്ലയും പൂവഴകുകൊണ്ട് മറച്ചിരിക്കുകയാണ് പടുത്തുരുത്തി എഡിസന്റെ ഈ വീടിനെ. ബ്രൈറ്റ് സ്റ്റാർ ക്ലബിന് സമീപത്തെ വീടിനെ മറയ്ക്കുന്നതാണ് കാറ്റ്സ് ക്ലോ എന്ന വള്ളിച്ചെടി. പ്രദേശമാകെ പടർന്നു നിൽക്കുന്ന ഇത് കണ്ണിനും കരളിനും ആനന്ദം നൽകുന്നതാണ്. വിഷുക്കാലത്തെ വരവേൽക്കും വിധമുള്ള മഞ്ഞ ശോഭ റോഡരികിലെ ടെലിഫോൺ പോസ്റ്റുകളിലും പടർന്നിട്ടുണ്ട്. പനകൾ, ബോഗൻവില്ല, കള്ളിച്ചെടികൾ എന്നിവയും വീട്ടിൽ വളർത്തുന്നുണ്ട്. പള്ളിയിലെ ആഘോഷങ്ങൾക്കും പരിചയക്കാരുടെ ആവശ്യങ്ങൾക്കും ഇലകളും പൂക്കളും സൗജന്യമായാണ് നൽകുന്നത്. കണ്ടമാനം വന്ന് ഇവിടെ കൊമ്പ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. മറ്റുള്ള ചെടികളും കൊടുക്കാറുണ്ട്. നമ്മൾ പൈസയൊന്നും നോക്കിയിട്ടല്ല ചെയ്യാറ്. നമുക്ക് താല്പര്യമുള്ള കാരണം ചെയ്യുന്നതെന്ന് മാത്രം. ഫർണിച്ചർ ഷോപ്പും പച്ചക്കറി കടയുമെല്ലാം നടത്തിയിരുന്ന എഡിസൺ ഇപ്പോൾ സമയം ചെലവഴിക്കുന്നത് അലമാരകളിൽ കുന്നുകൂടിയ പുസ്തകങ്ങളുമായുള്ള ചങ്ങാത്തത്തിലാണ്. ചെടികളെ പരിചരിക്കുന്നതിൽ ഭാര്യ ജോസിയും ഒപ്പമുണ്ട്. TCV ചാലക്കുടി.
ആളൂരിൽ യുവാവിനെ കൊടുവാൾ കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരു പ്രതി കൂടി പോലീസ് പിടിയിലായി. പൊരുന്നംകുന്ന് സ്വദേശി പൊന്മാനിശ്ശേരി വീട്ടിൽ ജിൻഡോ ആണ് അറസ്റ്റിലായത്. ആളൂർ സ്വദേശി വട്ടപ്പറമ്പിൽ അനീഷിനെയാണ് 4-അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കേസിലെ 3 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള വലിയ വിളക്ക് ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് പച്ചാമ്പള്ളി നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. ദീക്ഷിത് ലിമേഷിന്റെ തായമ്പക അരങ്ങേറി. ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, സെക്രട്ടറി സജേഷ് കുറുവത്ത്, വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ മേനാത്ത്, ജോയിന്റ് സെക്രട്ടറി ഷാജി കുറുപ്പത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളിക്കുളങ്ങര ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായി വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് മിഠായിയുമായി ഒരാൾ പിടിയിൽ. മറ്റത്തൂർ ചാഴിക്കാട് സ്ഥിരം താമസമാക്കിയ പശ്ചിമബംഗാൾ സ്വദേശി ഓംപ്രകാശ് വർമ്മയാണ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിന്റെ പിടിയിലായത്. നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 6 പാക്കറ്റ് കഞ്ചാവ് മിഠായി ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ഇനി വാണിജ്യം. പാവറട്ടിക്ക് അഭിമാനമായും ജില്ലയിലെ ചലച്ചിത്ര ആസ്വാദന സ്വപ്നങ്ങൾക്ക് സാഫല്യമായും VKG സിനിമാസ് നാടിന് സമർപ്പിച്ചു. പാവറട്ടി സെന്ററിൽ ചാവറ ഷോപ്പിംഗ് കോംപ്ലക്സിൽ VKG സിനിമാസിന്റെ 2 സ്ക്രീനുകളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ മിഴി തുറന്നിരിക്കുന്നത്. ഫാദർ ജോർജ് കല്ലൂക്കാരൻ CMI, ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ഫാദർ ഡേവിസ് കാവുങ്ങൽ CMI എന്നിവർ ആശീർവാദ കർമ്മത്തിന് നേതൃത്വം നൽകി. VKG ഗ്രൂപ്പ് ചെയർമാൻ VK ജോർജും പ്രസ്തീന ജോർജും ചേർന്ന് VKG സിനിമാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാനേജിംഗ് പാർട്ണർ VG സെബാസ്റ്റ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നടൻ ശിവജി ഗുരുവായൂർ മോഹൻലാൽ ഫാൻസ് അസോസിയേഷന് ആദ്യ ടിക്കറ്റ് നൽകി ടിക്കറ്റ് ലോഞ്ചിംഗ് നിർവഹിച്ചു. ചലച്ചിത്ര താരങ്ങളായ ആഷിക അശോകൻ, സൂര്യ കിരൺ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OJ ഷാജൻ, വാർഡ് മെമ്പർ ജെറോം ബാബു, വലപ്പാട് SHO MK രമേശ്, മാനേജിംഗ് പാർട്ണർ ജിൻസി സെബാസ്റ്റ്യൻ തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. VKG സിനിമാസിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ചവരെ ഉപഹാരം നൽകി ആദരിച്ചു. ആധുനിക സൗകര്യങ്ങളോടെ 2 വലിയ സ്ക്രീനുകളാണ് VKG സിനിമാസിൽ ഒരുക്കിയിട്ടുള്ളത്. 2 സ്ക്രീനിലും 198 വീതം പുഷ് ബാക്ക് സീറ്റുകളാണ് ഒരുക്കിയിട്ടുള്ളത്. മികച്ച ശബ്ദ ക്രമീകരണത്തിനായി 4K അൾട്രാ HD ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മികച്ച ദൃശ്യവിരുന്നിനായി ഹാർക്കനസ് 3D സ്ക്രീനും ക്രിസ്റ്റി ലേസർ പ്രൊജക്ടറുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. മികച്ച പാർക്കിംഗ് സൗകര്യം, ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യം, 2 ലിഫ്റ്റുകൾ, കഫേ തുടങ്ങി പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കിയാണ് പാവറട്ടി VKG സിനിമാസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം സംഗീത വിസ്മയം പകർന്നു നൽകി അരങ്ങേറിയ ചെമ്മീൻ ബാൻഡ് സീനിയേഴ്സ് മേളം ആസ്വദിക്കാൻ നിരവധി പേരാണ് പാവറട്ടി സെന്ററിൽ തടിച്ചുകൂടിയത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8215 രൂപ, പവന് 65720 രൂപ, വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3381 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം, റീൽസ് എടുത്ത യുവാവിന് വധഭീഷണി. കോടശ്ശേരി കമ്മളത്ത് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ക്ഷേത്രം നടത്തിപ്പുകാരൻ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. രക്ഷിക്കാൻ ശ്രമിച്ച 3 പേർക്ക് പൊള്ളലേറ്റു. പുതുക്കാട് കുടുംബശ്രീ ജനകീയ ഹോട്ടലിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടുത്തം. കൊടുങ്ങല്ലൂർ ശ്രീഗുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവം, കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ചൊവ്വാഴ്ച. ആറാട്ടുപുഴ പൂരത്തിന്റെ കൈപ്പന്തത്തിനുള്ള തുണി ഒരുക്കി തുടങ്ങി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.